കൂടിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു മുല്ലാക്കിയാവാൻ പഠിച്ച, പിന്നീട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ദൂതുവാഹിയായ പ്രിയപ്പെട്ട കുഞ്ഞുമൊയ്തീൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഇപ്പോൾ പാസ്റ്റർ കുഞ്ഞുമൊയ്തീൻ ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തന്നെ തൻ്റെ ആ മതത്തിൻ്റെ മാർഗത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞു യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന സുലൈമാൻ ദാരിമി എന്ന് വിളിക്കുന്ന, മറ്റു വിമർശകർ സുലൈമാൻ തുർക്കി എന്ന് വിളിക്കുന്ന മാരിയ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജിജി മാര്യു എന്നാണ്. അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും ഒത്തിരി വിമർശനാത്മകമായിട്ട് ജിഹാദി എന്ന്, തീവ്രവാദി എന്ന്, പിന്നെ മൗദൂദി എന്നൊക്കെ വിളിച്ച് ഒത്തിരി സോഷ്യൽ മീഡിയയിൽ അവരെ ക്രൂശിക്കുന്നത് പോലെ ഒരനുഭവം കാണുവാനായിട്ടിടയിൽ. അതിനെക്കുറിച്ച് പാസ്റ്റർ കുഞ്ഞുമൊയ്തീൻ്റെ അഭിപ്രായം എന്താണ്? ഓൾപാഷ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം ഇസ്ലാം മതം വിട്ട് ക്രിസ്തു മതം സ്വീകരിച്ച കത്തോലിക്കയിലെ ഒരു ധ്യാന പ്രബോധകനായിരിക്കുന്ന പ്രിയ മാരിയയെ നമ്മൾ തീവ്രവാദിയെന്നോ ജിഹാദിയെന്നോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിയുടെ പേര് ചേർത്ത് മൗദൂദി എന്നോ വിളിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അത്തരത്തിൽ മാരിയയെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നാണ് പാസ്റ്ററിൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. യഥാർത്ഥത്തിൽ മാരിയോ കുറേ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വീടുകളില്ലാത്തവർക്ക് വീടുകൾ വെച്ച് കൊടുക്കാനുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ ഫിലോക്കാലിയ എന്നുള്ള പേരിലുണ്ട്. അങ്ങനെ ചില ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ട് അതിനോട് സഹകരിക്കാനായിട്ട് അനേകരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സത്യത്തിൽ ഇന്ന് ഈ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത്, ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും തെറ്റല്ല, മറിച്ച് അദ്ദേഹം വചനവിരുദ്ധമായിട്ട് സംസാരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. അത് എത്രത്തോളം വാസ്തവമാണ്? ഒരു ബൈബിൾ പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഈ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുർആൻ എന്നുള്ള ഒരുപാട് ഉദ്ധരണികൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഖുർആനിലെ ഗോത്രദേവനായ അള്ളാഹ്, അത് യഹോവയും അതിൽ ഖുർആൻ കാണിച്ചു തരുന്ന യേശുവാണെന്നൊക്കെ താരതമ്യം പഠനം പോലെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത് വ്യക്തമായി സത്യവേദ പഠനത്തിന് വിരുദ്ധമാണ് ആ പഠിപ്പിക്കുന്നത്. കാരണം ഒരിക്കലും മതവിമർശനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം മതവിമർശനം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകൾ നോക്കിക്കൊള്ളട്ടെ. പക്ഷേ ഒരു സുവിശേഷകൻ ഒരിക്കലും ഇസ്ലാമിനെയോ ഗോത്രദേവനായ അള്ളാഹയോ മഹത്വീകരിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എൻ്റെ ചോദ്യം, ഈസാ നബി എന്ന് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ പലപ്പോഴും ഈ ഈസാ നബി യേശു ആണെന്ന് ചിന്തിക്കുന്ന പല കത്തോലിക്കരും ഉണ്ട് സത്യത്തിൽ. പക്ഷേ ഈ വേദങ്ങളിലൊക്കെ ഉള്ള പ്രജാപതി യേശുക്രിസ്തുവാന്ന് പറയുന്ന ആൾക്കാരും ധ്യാനകേന്ദ്രങ്ങളൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യേശുവിനെ കണ്ടെത്തിയൊരു വ്യക്തി എന്ന നിലയിൽ കുഞ്ഞുമൊയ്തീൻ്റെ അഭിപ്രായം എന്താണ്? വാസ്തവത്തിൽ നാം യേശുവിനെ കുറിച്ച് അറിയുവാൻ നാം അവലംബമാക്കേണ്ടത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സത്യമായ കാര്യം ഞാൻ പറയാം, വിശുദ്ധ തിരുവെഴുത്തുകൾ മാത്രമാണ്. ഖുറാനിലൂടെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല. കാരണം സത്യവേദപുസ്തകമായ ബൈബിൾ, വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നിർമ്മിത കഥകളെ നാം ആധാരമാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകമതങ്ങളിൽ ഒരുപാട് ഐതിഹ്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. അതിനെ വിമർശിക്കാൻ ഞാൻ ഒരിക്കലും ആളല്ല. പക്ഷേ ഒരു പ്രബോധകൻ, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയ്ക്ക് ധന്യനായ പത്രോസിനോട് ഞാൻ യോജിക്കുകയാണ്. നമ്മൾ അവൻ്റെ സാക്ഷിയായിരിക്കുക മാത്രമല്ല, ഒരു മഹിമ കണ്ട സാക്ഷിയായി നാം തീരണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ഒരിക്കലും നിർമ്മിത കഥകളെയോ മറ്റു മതങ്ങളെയോ അവലംബങ്ങളെയോ ആശ്രയമാക്കാതെ സത്യവചനത്തെ മാത്രം ഊന്നി പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. ഒന്നുകൂടി വിശദീകരിച്ചാൽ,
ധന്യനായ പൗലോസ് സഭയ്ക്ക് എഴുതുമ്പോൾ അത് പറയുന്നുണ്ട്. സത്യവചനം യഥാർത്ഥമായി, മറ്റൊരു പരിഭാഷയിൽ മാത്രം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഒരിക്കലും ലജ്ജിപ്പാൻ ആക്ഷേപരഹിതനായ ഒരു വേലക്കാരനായിരിക്കാനുള്ള പ്രബോധനം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നാം തിരുവെഴുത്തുകളെ അടിസ്ഥാനമായി പ്രബോധിപ്പിക്കുന്ന പക്ഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പാസ്റ്റർ ഒരു മുല്ലാക്കിയാവാൻ പഠിച്ച ആളാണ് അല്ലേ? യെസ്. മലപ്പുറത്തുകാരനായ അങ്ങ് ഈ യേശുവിനെ കണ്ടുമുട്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളൊരു ഒരു പാസ്റ്ററായിരിക്കുന്നു ഒരു പെന്തിക്കോസ്റ്റൽ ചർച്ചിൽ. എൻ്റെ ചോദ്യം, യഥാർത്ഥത്തിൽ നിങ്ങളിൽ സംഭവിച്ചത് ഒരു മതം മാറ്റമാണ്? ഒരിക്കലുമല്ല. മതം എന്ന് പറയുന്നത് മതം മാറ്റമല്ല, അതൊരു മാർഗമാണ്. ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ലല്ലോ, മാർഗമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ വഴിയാണ്. യേശു ക്രിസ്തു തൻ്റെ ദേഹമാകുന്ന തിരശീല ചീന്തി പുതിയ വഴി നമുക്ക് തന്നു. എല്ലാ ആളുകളും മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ മാർഗം അവലംബിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. ഒരിക്കലും മതം മാറ്റമല്ല. മതം മാറ്റം എന്ന് പറയുമ്പോൾ ഒരു മത തത്വ അഭിപ്രായ ചിന്തകൾ വിട്ട് മറ്റൊരു തത്വത്തെയും അടിസ്ഥാന ചിന്തകളെയും നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഇത് അങ്ങനെയല്ല, ഇതൊരു മാർഗമാണ്. വിശുദ്ധിയുടെ വേർപാടിൻ്റെ വചന സന്ദേശങ്ങളുടെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു യാത്രയായിട്ടാണ് ക്രിസ്തുവിനെ ഞാൻ കാണുന്നത്. അപ്പോഴെനിക്കൊരു സംശയം, മാരിയോ ജോസഫിന് സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹം ഒരു മതം മാറുകയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഇസ്ലാം മതം വിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചത് ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മതം മറ്റൊരു മതം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ മതത്തിൻ്റെതായ ആശയങ്ങളെല്ലാം അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു. സത്യത്തിൽ നാം സ്വാധീനിക്കപ്പെടേണ്ടത് യേശു ക്രിസ്തുവിനാലും തൻ്റെ വചനത്താലും മാത്രമാണ്. ധന്യനായ പൗലോസ് അത് പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തുവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. മതങ്ങളും ഇസങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മൾ ബന്ധിച്ചാൽ നാം പല പ്രശ്നത്തിലും അകപ്പെടേണ്ടതായിത്തീരും. എന്നാൽ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനായി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സുഗമമായി വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. എനിക്ക് പല മുസ്ലിം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾക്ക് വിഗ്രഹാരാധനയില്ല, ഞങ്ങൾക്ക് ഏകദൈവം മാത്രമേ ഉള്ളൂ, അള്ളാഹു, ബാക്കിയുള്ളവരും നബിമാർ മാത്രമാണ്, ആരാധന സ്വീകരിക്കുന്ന അള്ളാഹു മാത്രമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹു മാത്രം പരിശുദ്ധനെന്നും അപനതനെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശുവിനെ കണ്ടെത്തിയ ഈ മാരിയോ ഒരു മതത്തിലേക്ക് ചേർന്നതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾ പരിശുദ്ധ അമ്മ, പരിശുദ്ധ മറിയം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പല ഗ്രോട്ടോകളുടെയും, കത്തോലിക്ക സഭയിലെ പള്ളികളിൻ്റെ അടുത്തുള്ള ഗ്രോട്ടോകളിലും അതുപോലെ തന്നെ മധ്യസ്ഥന്മാരുടെയൊക്കെ കാര്യങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന തരത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോൾ എല്ലാവരും മാരിയെ ക്രൂശിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് മാരിയോ ആണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി എന്ന നിലയാണ് പറയുന്നത്. എന്നാൽ ഞാനൊരു പഴയ കത്തോലിക്കനായിരുന്നു. 1997 ഞാൻ സത്യം അറിഞ്ഞ് ഞാനൊരു വീണ്ടും ജന്മാനുഭവത്തിലേക്ക് വന്നത്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഏതു വിധേനയും നന്മ പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകും, നിത്യരക്ഷ ലഭിക്കും എന്നുള്ള തരത്തിൽ പ്രസംഗിക്കുകയും അഭിപ്രായം പറയുന്ന അനേക കത്തോലിക്ക പുരോഹിതന്മാരും കരിസ്മാറ്റിക് ലീഡേഴ്സുണ്ട്. അവരുടെ ദൈവവചനത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അതേ കാര്യമുള്ള നിലനിൽക്കുന്ന ഒരു മതത്തിൽ താൻ അവർക്കൊപ്പം സഞ്ചരിച്ചു എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതല്ല അതിന് ശരി. അതല്ലാതെ അദ്ദേഹം മാത്രം ഇപ്പം ആദ്യമായിട്ട് എഴുന്നള്ളിച്ചൊരു വിഷയമാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പറയാൻ ഒക്കുകയില്ല. പാസ്റ്റർ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. കാരണം താൻ വിട്ടുപോകുന്നതായ മതവിശ്വാസത്തിലും ഇപ്പോൾ താൻ അവലംബിച്ച് വരുന്നതായ മതവിശ്വാസത്തിലും സമമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു.
പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥന, പുണ്യവാളന്മാരോടുള്ള ആരാധന, സഹായതേട്ടം, മറ്റ് ദൈവവചനത്തിൻ്റെ പ്രമാണത്തിന് വിരോധമായി ധാരാളം പ്രാർത്ഥനകൾ, ധാരാളം രൂപങ്ങൾ, വണക്കങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒന്നുകൂടി പറഞ്ഞാൽ ഭാരതവൽക്കരിച്ച പല കാര്യങ്ങളും അതിൽ കാണാൻ കഴിയും. ഭാരതത്തിലെ പഴയ ആളുകൾ നടന്നു വന്നിരുന്ന പല കാര്യങ്ങളും സഭയുടെ ആചാരമായിട്ട് എടുത്തായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ യാത്ര ദൈവവചനത്തോട് ചേർന്നുള്ള യാത്രയാണെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് പറ്റുകയില്ലല്ലോ. ദൈവവചനമാകുന്ന ആ പ്രമാണത്തിന് ഒത്തോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റു പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് ശരിയായ യാത്ര. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ശരിയായ മാർഗം തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി ലഭിച്ചിരിക്കുമ്പോൾ പിന്നീട് നാം മറ്റ് അവലംബങ്ങളെ ആസ്പദമാക്കി യാത്ര ചെയ്യുന്നത് നമ്മെ അപകടത്തിൽ ചെന്ന് ചാടിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധ ലൂക്കോസ് വാർത്തയുടെ നിശ്ചയം നമുക്ക് ലഭിക്കേണ്ടതിനെന്ന് പറയുന്നു. അപ്പോൾ ശരിയായ നിശ്ചയരേഖ അപ്പോസ്തല പിതാക്കന്മാരിൽ ആദിമസഭ തന്നെ നമുക്ക് എഴുതി തന്നിരിക്കെ പിന്നെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ പുറകെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ എന്നൊരു കാര്യം കൂടി വിശദമായിട്ട് ചോദിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശകർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഈ ഈസാ നബിയെ, ഖുർആൻ പറയുന്ന ഈസാ നബിയാണ് കത്തോലിക്ക മതം അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന യേശു എന്ന് പറയുന്നു. എന്നാൽ അത് അല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടല്ല എന്നൊന്ന് പറയാൻ കഴിയും? അത് നമ്മൾ ഖുർആൻ എന്ന് പറയുന്നതിന്റെ ഉറവിടവും ബൈബിളിന്റെ ഉറവിടവും ഒന്നല്ലല്ലോ, രണ്ട് സ്രോതസ്സിൽ നിന്നാണ് വരുന്നത്. അറബി ഗോത്രദേവനായ അള്ളാഹ്, അദ്ദേഹത്തിന്റെ പ്രവാചന മുഹമ്മദ്, ആ അള്ളാഹ് എന്ന് പറയുന്ന ഗോത്രദേവന്റെ ദൂതൻ കൊടുക്കുന്ന ഗ്രന്ഥം എന്നൊക്കെ ഇതിൽ അവതരിപ്പിക്കുന്ന ഖുർആൻ നമ്മൾ ഒരിക്കലും ബൈബിൾ പ്രസംഗത്തിന് അവലംബമാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തുവിനുള്ള രക്ഷ, യേശുക്രിസ്തുവിനുള്ള വിശുദ്ധ ജീവിതം സ്ഥാപിക്കുവാൻ മറ്റു മതഗ്രന്ഥങ്ങളെ നാം അവലംബമാക്കുന്നത് തീർച്ചയായിട്ടും നമ്മെ തെറ്റിക്കൊണ്ട് ചാടിക്കും. കാരണം അങ്ങനെ ഒരു അവലംബത്തിന്റെ സപ്പോർട്ടിന്റെ ആവശ്യം യേശുക്രിസ്തുവിന്റെ മാർഗത്തിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, എൻ്റെ ചോദ്യം ഈ ഈസാ നബി യേശു അല്ല എന്നതിന് എന്താണ് ഫാസ്റ്റർ കുഞ്ഞുമൊയ്തീൻ അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും ഒരിക്കലും ഖുർആൻ അവതരിപ്പിക്കുന്ന, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈസാ നബി അല്ല ബൈബിൾ പറയുന്ന യേശുക്രിസ്തു. ഒരിക്കലും ബൈബിൾ വെളിപ്പെടുത്തുന്ന യഹോവയായ ദൈവമല്ല ഗോത്രദേവനായ അള്ളാഹു. ഇത് നാം വേർതിരിച്ച് മനസ്സിലാക്കണം. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ആ വീക്ഷണത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ നമ്മുടെ വിശ്വാസം ഒപ്പാടത്തണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈസാ നബി, ഖുറാനിൽ ഈസാ നബിയും അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ, പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും അത് എന്തുകൊണ്ട് ബൈബിൾ അവതരിപ്പിക്കുന്ന യേശു അല്ല? അത് ഒന്നുകൂടി വിശദമായി പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ രക്ഷ എന്നുള്ള വിഷയം ഒരിക്കലും ഖുർആൻ പഠിപ്പിക്കുന്നില്ലല്ലോ. യേശുക്രിസ്തുവിന് പകരമായി മറ്റൊരാൾ ക്രൂശിക്കപ്പെട്ടു എന്നും യേശു ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നൊക്കെ പഠിപ്പിക്കലാണ് ഇസ്ലാമിലുള്ളത്. ഒരു പകര സിദ്ധാന്തമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അഥവാ യേശു ആ സമയത്ത് അപ്രത്യക്ഷനാകുകയും തൻ്റെ ശിഷ്യനിൽ ഒരാൾ പിടിക്കപ്പെട്ട ആ രൂപത്തിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് സദൃശ്യമാക്കപ്പെട്ടു എന്നുള്ള സബീഹ് സിദ്ധാന്തമാണ്. അത് ഒലാക്കിൻ ശുഭ്യഹലഹും എന്നുള്ള ഖുർആന്റെ പ്രയോഗം തന്നെ, സബീഹ് സിദ്ധാന്തം തന്നെ 4-5 നൂറ്റാണ്ടിൽ പ്രചരിപ്പിച്ചിരുന്ന പാഷണ്ഡ ഉപദേശത്തിന്റെ ഭാഗമായി യേശുവല്ല മറ്റൊരാളാണ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ആശയമാണ്. അതിനെ പിന്താങ്ങുന്ന ഖുർആൻ ഒരിക്കലും യേശുവിനെ സപ്പോർട്ട് ചെയ്തൊന്നും പറയത്തില്ല. ധന്യനായ പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ, പൗലോസ് പ്രസംഗിച്ച അപ്പോസ്തലന്മാർ പഠിപ്പിച്ച യേശുവല്ല ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന ഈസാ എന്ന് പറയുന്നത്. അത് മറ്റൊരു യേശുവാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. അതൊരിക്കലും ഒരു യഥാർത്ഥ സത്യ അംഗീകരിക്കുന്ന ഒരാൾ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാസ്റ്റർ കുഞ്ഞുമൊയ്തീൻ പറയുന്നത് ഖുർആനിൽ അവതരിപ്പിക്കുന്ന ഈസാ നബി ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, അങ്ങനെയാണോ ഖുർആൻ പറയുന്നത്? തീർച്ചയായിട്ടും ഖുർആൻ അവതരിപ്പിക്കുന്ന ഈസ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടില്ല. യേശുവിന് പകരം മറ്റൊരാളെയാണ് ക്രൂശിക്കപ്പെട്ടതെന്നാണ് ഉറപ്പിച്ചത്. എന്നാൽ ബൈബിളിന്റെ കാതലായ ഉപദേശം തന്നെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മാരിയോയ്ക്ക് ഒരു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. കാരണം മാരിയോ
ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുന്ന അതിലൂടെയുള്ള കാൽവരി ക്രൂശിലെ മരണം പാപമോചനത്തിനായിട്ട് അവതരിപ്പിക്കുന്ന ബൈബിൾ, ആ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ അദ്ദേഹം ഈസാ നബിയെ അള്ളായെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ളത്? പാസ്റ്റർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. നാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കേണ്ടത്. ഖുർആൻ പരിചയപ്പെടുന്ന ഈസാ നബിയെയോ അള്ളാഹുവിനെയോ പ്രസംഗിക്കേണ്ട ഒരു കാര്യവും ഒരു യഥാർത്ഥ കർത്താവിൻ്റെ വേലക്കാരനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഈ വിമർശകരായ പലരും വളരെ രൂക്ഷമായ വാക്കുകളിൽ മൗദൂദി എന്നും അതുപോലെ തന്നെ തീവ്രവാദി എന്നും ജിഹാദി എന്നും ഒക്കെ വിളിച്ച് അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ താനും ഭാര്യയും ചേർന്ന് കരഞ്ഞുകൊണ്ടുള്ളൊരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റ് ഞങ്ങൾക്ക് കാണുവാനായിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് സഹതാപം തോന്നി. പക്ഷെ അതേസമയം ഞാൻ വിമർശകരുടെ ആ വീഡിയോകൾ ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹം ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഈ ക്രിസ്തീയ സമൂഹങ്ങളെ വഴിതെറ്റിക്കുന്ന അനുഭവങ്ങളിൽ അദ്ദേഹം ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് മുളയിലേ നുള്ളിക്കളയേണ്ടതാണ്. കത്തോലിക്ക സഭ അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ വിമർശിക്കുന്നത്. സത്യത്തിൽ മാരിയോയ്ക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് യഥാർത്ഥമായ ദൈവവചനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. ഈ സാഹചര്യത്തിൽ മാരിയോയും താൻ തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഏത് ദിശയിൽ പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിത്യജീവനും അല്ലെങ്കിൽ നിത്യതയ്ക്കും അല്ലെങ്കിൽ പ്രീച്ചർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവിക്കും നല്ലതെന്നുള്ള എന്തഭിപ്രായമാണ് കുഞ്ഞുവിന് പാസ്റ്ററുള്ളത്? തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ വളരെ യാഥാർത്ഥ്യമാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പണിയപ്പെടുകയാണെങ്കിൽ മാത്രമേ പ്രയോജനപ്പെടത്തുള്ളൂ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യത്തിന് വിരുദ്ധമായി നാം യാത്ര ചെയ്താൽ ഒരിക്കലും നിത്യതയിൽ നാം എത്തിച്ചേരുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്രയും നാളത്തെ ബൈബിൾ പഠനം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു വ്യക്തിയെ വിമർശിക്കാനോ പേരെടുത്ത് പറയാനോ നമുക്ക് അനുവാദമില്ലല്ലോ. അപ്പോൾ തന്നെ അദ്ദേഹത്തെ ഈ ലോകമൊട്ടാകെ ഇന്ത്യ ഒട്ടാകെ ഇസ്ലാമാക്കുക എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ച അബുൽ അഅ്ല മൗദൂദിയുടെ പേര് ചേർത്ത് മൗദൂദി എന്ന് വിളിക്കുന്നതോ ജിഹാദി എന്ന് വിളിക്കുന്നതോ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതോ ശരിയല്ല. ഒരു വ്യക്തിയെയും അങ്ങനെ ആക്ഷേപിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ഒരിക്കലും ഒരു മനുഷ്യർക്കും യോജിക്കുന്ന കാര്യമല്ല എന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അദ്ദേഹം സത്യവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. കുഞ്ഞുമൊഴി അവസാനമായി ഞാനൊരു കാര്യം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കും. അതായത് അദ്ദേഹം ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയൊരു സംഭവം അതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം താനൊരു ഇടവകയിൽ അംഗമാണെന്നും ഞാനൊരു ഉത്തമ കത്തോലിക്കനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം മറ്റൊരു മതത്തിൽ നിന്ന് യേശുവിനെ കണ്ടുമുട്ടിയെന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു മതത്തിൻ്റെ അടിമയെപ്പോലെ ന്യായീകരിക്കുന്നത് പോലെയാണ് ഞാൻ കണ്ടത്. അതെനിക്ക് വളരെ ദുഃഖമുളവാക്കി. കാരണം ഒരു ദൈവവചനം എടുത്തുകൊണ്ട് ശുശ്രൂഷിക്കേണ്ട ഒരു വ്യക്തി താൻ ന്യായീകരിക്കുന്ന വസ്തുതകൾ മുഴുവൻ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു നിയന്ത്രണത്തിൻ്റെ കീഴിലും അതല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷത്വത്തിൻ്റെ കീഴിൽ നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നാൽ അതിന് പകരമായിട്ട് താൻ അറിഞ്ഞ ദൈവവചന സത്യമനുസരിച്ച് യേശു ആരാണെന്ന് അല്ലെങ്കിൽ വചനം വിഭാവനം ചെയ്യുന്ന നിത്യജീവൻ എന്താണെന്ന് തുറന്നു പറയാനും അതനുസരിച്ച് തൻ്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്താനും താൻ തയ്യാറാകുന്നതിന് പകരമായിട്ട് ഒരു മതത്തിൻ്റെ വക്താവെന്നുള്ള പേരിൽ മാത്രം താൻ ഇനി ഈ വിമർശനമൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എന്നോടുള്ള അസൂയ നിമിത്തമാണ്, ഞാൻ പ്രീച്ചറായിട്ട് ഉയർന്ന നിമിത്തമാണ്, അത്തരത്തിലുള്ള ചില അസൂയ നിമിത്തം അങ്ങനത്തെ ചില കാര്യങ്ങൾ നിമിത്തം എന്നെ ഒതുക്കാനായിട്ട് ശ്രമിച്ചതാണെന്നുള്ള വ്യാജേന അങ്ങനെയുള്ള അർത്ഥം ഉളവാക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചായിട്ട് കാണാറുണ്ട്. എന്നാൽ അദ്ദേഹം എടുക്കേണ്ട സ്റ്റാൻഡ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആരാണെന്നും ഈസാ നബി ആരാണെന്നും തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ബൈബിളിൽ വ്യക്തമാക്കപ്പെട്ട
ദൈവത്തിൻ്റെ സത്യം ശരിയായ വിധത്തിൽ പറഞ്ഞ് അദ്ദേഹം തൻ്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് താൻ ആ തെറ്റിന് ശരിയാക്കുന്ന തരത്തിൽ അതിന് മറുപടി കൊടുക്കാതെ മറ്റ് ന്യായീകരണങ്ങൾ പറയുന്നേക്കാൾ നല്ലത് അത്തരത്തിൽ മുന്നോട്ട് പോവുകയല്ലേ നല്ലത്? തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ നല്ലത്. ഒത്തിരി പാരമ്പര്യമുള്ള ഒത്തിരി അറിവുള്ള ആളുകളോട് യേശു പറഞ്ഞില്ല, നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, അപ്പോൾ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, അടിസ്ഥാനപരമായ ദൈവത്തിൻ്റെ ഉപദേശമാണ്. അത് അനുസരിച്ച് നിലപാടെടുത്ത് പോകേണ്ടതായിരുന്നുവെന്ന് ഞാനും ഇത്തരത്തിൽ ചിന്തിക്കുന്നു. അതാണ് അതിന് ശരിയായൊരു മാർഗം. പക്ഷേ പാരമ്പര്യങ്ങളും മറ്റു തല പഠിപ്പിക്കലുകളുമാണ് ഇത്തരത്തിൽ അദ്ദേഹം എത്തിപ്പെടേണ്ടതായി തീർന്നതെന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ ഇത്രയും സമയം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തിരുവചനമായിരിക്കുന്ന ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, അത് സത്യവചനമാണ്. ഒരാൾക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ എനിക്ക് പറ്റിയത് തെറ്റാണെന്ന് സമ്മതിക്കുന്നതാണ് ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്ന ശരി. ബലഹീനനായ വ്യക്തികളാണ് മനുഷ്യർ, പാപം ചെയ്യാത്തവരായ ആരുമില്ല. ചില ആൾക്കാർക്ക് ചില ബോധ്യങ്ങൾ ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ അത് തിരുത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതും സത്യത്തിൽ ദൈവവചനം എന്ന കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സന്ദർഭത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വിവാദമായിരിക്കുന്ന ഈ വിഷയത്തിൽ ജോസഫ് മാരിയോ ജോസഫിനെയും അതുപോലെ ജിജി മാരിയെയും മക്കളെയും അവരെ സത്യവചനത്തിൻ്റെ പാതയിലേക്ക് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് സ്നേഹപൂർവ്വം ഞങ്ങൾക്കുള്ളത്. ഏത് നന്മപ്രവർത്തനം ചെയ്യുമ്പോൾ അത് വളരെ നല്ലതാണ്. എന്നാൽ നന്മപ്രവൃത്തിയല്ല ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തി നന്മപ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള സത്യം തന്നെ. എന്നാൽ ഈ വിഷയത്തിൽ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് മുല്ലാഖയാവാൻ പഠിച്ച് എന്നാൽ അവിടെ വെച്ച് ദൈവവചനം കേട്ട് ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നു. ഈ കുഞ്ഞു മൊയ്തീൻ അവരുടെ ജീവിതത്തിലും താൻ സത്യം ആദ്യം അറിഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, താൻ ഈ സത്യം അറിഞ്ഞു യേശുവിൻ്റെ വചനത്തിൽ ആകൃഷ്ടനായ സമയത്ത് ഈ മാർഗം ഏതാണെന്ന് നോക്കി പോയപ്പോൾ അദ്ദേഹം കത്തോലിക്ക പള്ളികളിലും അതുപോലെ തന്നെ യാക്കോബായ പള്ളികളിലൊക്കെ ചെന്നുപെടാനായിട്ട് ഇടയായി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ആകർഷിക്കപ്പെട്ട മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ നടക്കുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ മനസ്സിലാക്കിയപ്പോൾ സത്യം വീണ്ടും അന്വേഷിക്കാൻ പ്രവർത്തിച്ചു. സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ആ പാതയിലാക്കുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് സത്യമാർഗത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഈ കുഞ്ഞു മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം പശ്ചാത്തലത്തിൽ കടന്നു വന്ന പാസ്റ്റർ കുഞ്ഞു മൊയ്തീനെ ദൈവം ഇടയാക്കിയത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് താൻ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയി. താൻ ഒരു ഭാഗം തളർന്നു പോയ വ്യക്തിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ട് സത്യവചനത്തിൻ്റെ സാക്ഷിയായി താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനമോ മാനമോ ഒരു പണമോ പദവിയോ ആഗ്രഹിക്കാതെ തൻ്റെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ തനിക്ക് തൃപ്തിയായിരിക്കുന്നത് നിത്യജീവനാണ് എന്ന ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ച ഈ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്ന മാരിയ ജോസഫും കുടുംബവും കൂടുതൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് തെറ്റുകൾ തിരുത്തപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ടവനാകുവാൻ ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം ഇത്തരം ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.